2026 ആദ്യ വിക്ഷേപണത്തിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ISRO. കഴിഞ്ഞ വർഷം നേരിട്ട അപ്രതീക്ഷിത പരാജയത്തിനു ശേഷം ഒരു തിരിച്ചുവരവാണ് ISRO ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം ISROയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനമായ PSLV-62 തിരിച്ചെത്തുകയാണ്. ജനുവരി 12-ന് PSLV-62 കുതിച്ചുയരും. രാവിലെ 10:17-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം. ISROയുടെ 64-ാം ദൗത്യത്തിൽ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷിയടക്കം 15-ലധികം ഉപഗ്രഹങ്ങളാണ് ഈ ദൗത്യത്തിലുള്ളത്. കൃഷി, നഗരാസൂത്രണം, പരിസ്ഥിതി, നിരീക്ഷണം തുടങ്ങിയ മേഖലകളെ ശക്തിപ്പെടുത്താനായി തദ്ദേശീയമായി വികസിപ്പിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് അന്വേഷ. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യയും ഇതിനോടൊപ്പം പരീക്ഷിക്കും. അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഭാഗമായി ഇൻഡോ മൗറീഷ്യസ് സംയുക്ത ഉപഗ്രഹവും ഈ ദൗത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. PSLVയുടെ 2 സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകളുള്ള DL പതിപ്പാണ് ഈ ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത്. 2025 മെയ് 18-നായിരുന്നു അവസാനമായി PSLV വിക്ഷേപിച്ചത്. വിക്ഷേപണത്തിന് 3-ാം ഘട്ടത്തിലുണ്ടായ സാങ്കേതിക തകരാറായിരുന്നു അന്ന് വില്ലനായത്. പരാജയ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു പ്രശ്നം ആവർത്തിക്കില്ലെന്നാണ് ISRO വൃത്തങ്ങൾ അറിയിച്ചത്. ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ഇന്ത്യയുടെ അഭിമാന നേട്ടങ്ങൾ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം കൂടിയാണ് PSLV. 2026-ന് തുടക്കത്തിൽ തന്നെ പുതിയ ദൗത്യം നടത്തി PSLVയെ വിജയവഴിയിൽ തിരികെ എത്തിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. ISROയുടെ ഈ തിരിച്ചുവരവ് ഇന്ത്യയുടെ ബഹിരാകാശ കുതിപ്പിന് കരുത്താകട്ടെ എന്ന് ആശംസിക്കാം.